ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ആത്മീയ സമൂഹത്തിൽ പൊതുവെ നടക്കുന്ന ചർച്ചകൾ ഉണർവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചകളെക്കുറിച്ചുമൊക്കെയാണ്. ആത്മഭാരവും ഹൃദയത്തകർച്ചയുമില്ലാതെ രാജ്യങ്ങളും സംസ്ഥാനങ്ങളും പട്ടണങ്ങളും രക്ഷിക്കപ്പെടണം എന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് വിശ്വാസികളെ കണ്ടിട്ടുണ്ട്. ഇന്ന് പൊതുവെ ആളുകൾ കൂടുതൽ സംസാരിക്കുന്നത് ചെറുപ്പക്കാർ ദൈവസഭയിൽ നിന്ന് അകന്നു പോകുന്നു, ദാമ്പത്യ ബന്ധങ്ങൾ തകരുന്നു, ഡിവോഴ്സുകൾ വർദ്ധിക്കുന്നു, നമ്മുടെ സമൂഹത്തിൽ ദൈവഭയം ഇല്ലാതെ ആയിരിക്കുന്നു, ശുശ്രൂഷകൾ പലതും ദൈവനാമ മഹത്വത്തിന് പകരമായിട്ട് തന്നെത്താൻ ഉയർത്തുന്നതിനുള്ള വേദികളായിട്ട് മാറിയിരിക്കുന്നു എന്നൊക്കെയാണ്. അതുമാത്രമല്ല, ഒരു വലിയ സഭ എങ്ങനെ സ്ഥാപിക്കാം, നമ്മുടെ കഴിവുകൾ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചകളും നമ്മുടെ ആത്മീയ സമൂഹത്തിൽ നടക്കുകയാണ്. വാസ്തവത്തിൽ തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ ഞാൻ ഒരിക്കലും നിരസിക്കുകയില്ല എന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ അടുക്കിലേക്ക് ഹൃദയ തകർച്ച ഉണ്ടാകുവാൻ ആഗ്രഹിച്ച് എത്ര പേരടുത്ത് വരുന്നുണ്ട്? ഹൃദയ തകർച്ച എന്ന് പറയുന്നത് ഒരു പ്രസംഗം കേൾക്കുമ്പോൾ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴുന്നതോ വികാരാവേശത്തോടെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതോ ഒന്നുമല്ല. തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ ആഴത്തിൽ ആത്മാവിൽ അനുഭവിക്കുന്ന ഒരു ആന്തരികമായ വേദനയാണ്. ഇന്ന് പലരും ഇഷ്ടപ്പെടുന്നത് വാചക കസർത്ത് ഉള്ള പ്രസംഗകരെയും ഉണർവ് യോഗങ്ങളെയുമൊക്കെയാണ്. അത് കുറച്ചു നേരം മാത്രം നീണ്ടു നിൽക്കുന്ന ചില അനുഭവങ്ങളായിട്ട് മാത്രം അവസാനിക്കുകയാണ്. എന്നാൽ ആത്മാവിൽ അനുഭവിക്കുന്ന ഒരു ആന്തരിക വേദന, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അത് ദൈവിക സ്പർശനത്താൽ മാത്രം സംഭവിക്കുന്നതാണ്. യഥാർത്ഥ ഹൃദയ തകർച്ചയിൽ നിന്നാണ് വാസ്തവത്തിൽ ഉണർവുകൾ പൊട്ടിപ്പുറപ്പെടുന്നത്. തകർന്ന ഹൃദയത്തിൽ നിന്ന് മാത്രമേ ക്രിസ്തുവിനോടുള്ള സ്നേഹവും എരിവും ഉണ്ടാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം തകർന്നും നുറങ്ങിയുമുള്ളൊരു ഹൃദയം നമുക്കുണ്ടാകുവാൻ വളരെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. കല്ലായ ഉള്ളങ്ങൾ മെഴുകുപോലെ ഉരുകപ്പെടണം. പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ് ദൈവത്തിൻ്റെ വചനം. ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകണം. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം മാനസാന്തരത്തെ ഉളവാക്കുന്നു, എരിവ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് ഈ അനുഭവങ്ങളോടൊന്നും അത്ര വലിയ താല്പര്യമില്ല എന്നാണ് നമ്മുടെ പോക്ക് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. ജഡത്തിൽ നിന്നുള്ള എന്തെങ്കിലും സന്തോഷം ലഭിക്കും എന്ന് കരുതി ദൈവസന്നിധിയിൽ വരുന്നവർ ലജ്ജിച്ചു പോകും. തീർച്ചയായിട്ടും ദൈവഹിതപ്രകാരമുള്ളൊരു പ്രാർത്ഥനാ ജീവിതം നമ്മിൽ ഉടലെടുക്കണമെങ്കിൽ ഒരു നുറുങ്ങിയ ഹൃദയം നമുക്കുണ്ടായേ പറ്റൂ. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ മനസ്സ് വെച്ചാൽ ദൈവം തൻ്റെ ഹൃദയവിചാരങ്ങൾ, ദൈവം തൻ്റെ മനസ്സ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആരംഭിക്കും എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ലോകത്തിലെ മനുഷ്യൻ്റെ, വഴിതെറ്റിപ്പോകുന്ന മനുഷ്യൻ്റെ വേദനകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് തീർച്ചയായും ഈ ദിവസങ്ങളിൽ നാം ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും, ദൈവമേ തകർന്നും നുറുങ്ങിയുമുള്ളൊരു ഹൃദയം എനിക്ക് ഉണ്ടാകണമേ എന്നായിരിക്കട്ടെ. അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ കടാക്ഷിക്കും എന്ന്
പ്രവാചകന്മാർ മുഖാന്തരം ഇസ്രായേലിനോട് ദൈവം അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു. അരിഷ്ടനും മനസ്സ് തകർന്നവനും ദൈവവചനത്തിൽ വിറയ്ക്കുന്നവനും. വാസ്തവത്തിൽ ഈ ഒരു അനുഭവം നമുക്കുണ്ടാകുവാൻ എത്ര നാൾ നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കണം, എത്ര നാൾ പ്രാർത്ഥിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും ആവശ്യബോധത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആയിരിക്കും നിർണയിക്കപ്പെടുന്നത്. നാം നമ്മെ തന്നെ നിഷേധിച്ച് നമ്മുടെ ക്രൂശുമെടുത്ത് തന്നെത്താൻ ത്യജിച്ച് കർത്താവിൻ്റെ ശിഷ്യനായി നമ്മുടെ ക്രൂശുമെടുത്തുകൊണ്ട് കർത്താവിനെ പിൻപറ്റുവാൻ ചുവടുകൾ മുന്നോട്ട് വെക്കുന്നുവെങ്കിൽ തീർച്ചയായും ഈ അനുഭവത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തും. നമ്മുടെ കർത്താവിൻ്റെ കരങ്ങൾ നമുക്ക് ഏൽപ്പിക്കാം. വാസ്തവത്തിൽ ഈ ഒരു ആത്മീയ അനുഭവം നമുക്കുണ്ടാകട്ടെ. ദൈവത്തിനായി നമ്മെ ശക്തീകരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വചനത്തിനായ സ്തോത്രം. തകർന്നും നുറങ്ങിയും ഉള്ള ഹൃദയത്തെ നിരസിക്കാത്ത ദൈവം, ഞങ്ങൾക്കങ്ങനെയുള്ളൊരു ഹൃദയം ഉണ്ടാകേണ്ടതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.